ഓക്കെ, ഒരു ഗ്രാഫിക് ഡിസൈനർ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? വിഷ്വലി അപ്പീലിംഗ് ആയിരിക്കണം, എന്താണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഇൻക്ലൂഡ് എന്താണ്? ബാലൻസ്, കോൺട്രാസ്റ്റ്, എംഫസിസ്, അതേപോലെ മൂവ്മെന്റ്, ബാലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വരണം. എന്താണ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് അതിന് വരണം. അതേപോലെ തന്നെ എംഫസിസ്, മൂവ്മെന്റ്, ഒരു ഡിസൈനിന് മൂവ്മെന്റ് അത്യാവശ്യമുള്ള കാര്യമാണ്. അതുപോലെ പാറ്റേൺ, റിതം, വിഷ്വൽ ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ എലമെന്റ്സും ഒരേപോലെ വർക്ക് ചെയ്യുന്നതാണ് യൂണിറ്റി എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് അലൗ ഡിസൈൻ ടു ക്രിയേറ്റ് എ കോമ്പോസിഷൻ. ഒരു കോമ്പോസിഷൻ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് കറക്റ്റ് എന്താണ് വ്യൂവേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രിൻസിപ്പിൾസ് പല രീതിയിലുള്ള കോമ്പോസിഷന് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ കളർ, ഷേപ്പ്, ടെക്സ്ചർ, സ്പേസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ വെബ്സൈറ്റ്, ലോഗോ, പാക്കേജ് ഡിസൈനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? പ്രോപ്പറായിട്ടുള്ള പ്രിൻസിപ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുക. പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ എന്താണ്? ഡിസൈനർ വളരെ മസ്റ്റായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇമ്പാക്ട്ഫുള്ളും സക്സസ്ഫുള്ളും ആയിട്ടുള്ള വിഷ്വൽ കമ്മ്യൂണിക്കേഷന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഡിജിറ്റലാണോ പ്രിന്റിംഗ് പർപ്പസിനാണെന്നുണ്ടെങ്കിലും ഈ എല്ലാ കറക്റ്റായിട്ടുള്ള ഈ ഒരു ഡിസൈൻ പാറ്റേൺ എന്ത് ചെയ്യുക? നമ്മൾ ഫോളോ ചെയ്യുക.